തമിഴ്നാട്ടിൽ ഐത്തമതിൽ വീണ്ടും പൊളിക്കുകയാണ്. തിരുപ്പൂർ അവിനാശി ദേവേന്ദ്രനഗറിലാണ് ദളിതരെ ഒറ്റപ്പെടുത്താനായി 1 കിലോമീറ്ററോളം നീളത്തിൽ സവർണർ നിർമ്മിച്ച മതിൽ ശനിയാഴ്ച അധികൃതർ പൊളിച്ചു നീക്കിയത്. നൂറ്റാണ്ടുകളായി ദളിതർ താമസിച്ചു വരുന്ന പ്രദേശമാണ് ദേവേന്ദ്രനഗർ. ഇതിൻ്റെ തൊട്ടടുത്ത് സവർണ വിഭാഗക്കാർ താമസം തുടങ്ങിയപ്പോഴാണ് പൊതുവഴി തടസ്സപ്പെടുത്തി മതിൽ ഉയർന്നത്. ഇതോടെ പ്രദേശത്തെ ദളിതർ 2 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലായി. തങ്ങളുടെ വീടുകളുടെ സുരക്ഷയ്ക്കായാണ് മതിൽ പണിതതെന്നാണ് സവർണറുടെ വാദം. തമിഴ്നാട്ടിൽ നേരത്തെയും പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. തൊട്ടുകൂടായ്മയുടെ മതിൽ, നാണക്കേടിൻ്റെ മതിൽ എന്നിങ്ങനെ വിവിധ പേരുകളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ജാതി വിവേചനത്തിൻ്റെ പ്രതീകമായ ഇത്തരം മതിലുകൾ തിരുവള്ളൂരിലെ തൊക്കാമൂർ ഗ്രാമത്തിൽ 2022 ഒക്ടോബറിലും ഉത്രപുരം ഗ്രാമത്തിൽ 2008 പൊളിച്ചു മാറ്റിയിരുന്നു ജാതി മതിലുകൾ. ദളിത് കോളനിക്കും വണ്ണിയാർ സമുദായത്തിൻ്റെ ക്ഷേത്രത്തിനുമിടയിലുള്ള മതിലാണ് ദളിതർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ തൊക്കാമൂർ ഗ്രാമത്തിൽ പൊളിച്ചത്. ദളിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് ക്ഷേത്ര അധികൃതർ ഈ മതിൽ നിർമ്മിച്ചതെങ്കിലും വെള്ളപ്പൊക്കം തടയാനാണെന്നതായിരുന്നു അവരുടെ ന്യായവാദം. ഉത്രപുരത്ത് ഗ്രാമത്തിലെ ദളിതരെ വേർതിരിക്കാനായി പ്രബല ജാതിക്കാരായ വെള്ളാളർ നിർമ്മിച്ച 12 അടി ഉയരവും 600 മീറ്റർ നീളവുമുള്ള മതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ സമരത്തെ തുടർന്ന് 2008 പൊളിച്ചു നീക്കിയത്. മതിൽ പൊളിച്ചതിൽ പ്രതിഷേധിച്ച് വെള്ളാളർ വിഭാഗം ഉത്രപുരം ഗ്രാമത്തിലെ 70 ദളിത് വീടുകളാണ് നശിപ്പിച്ചത്. സംഘർഷം തടയാൻ പോലീസ് നടത്തിയ വെടിപ്പിൽ ഒരു ദളിതൻ അന്ന് മരിക്കുകയും ചെയ്തിരുന്നു. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് കനത്ത മഴയെ തുടർന്ന് 2019 ഡിസംബർ 2 ഒരു ജാതി മതിൽ പൊളിഞ്ഞു വീണ് 17 ദളിതരാണ് മരിച്ചത്. ദളിതരിൽ നിന്ന് മറയിടാനായി ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി നിർമ്മിച്ചതായിരുന്നു മതിൽ. ഇവിടെ ദളിതരോട് മൃഗങ്ങളോടെന്ന പോലെ വിവേചനപരമായിരുന്നു മേൽജാതിക്കാരുടെ പെരുമാറ്റമെന്നാണ് ദളിത് സമൂഹം ആരോപിക്കുന്നത്. പ്രദേശത്ത് ദളിതരുടെ മൃതദേഹം സംസ്കരിക്കാൻ പോലും മേൽജാതിക്കാർ അനുവദിച്ചിരുന്നില്ല. മതിൽ പൊളിഞ്ഞതിനെ തുടർന്ന് സംഭവിച്ച ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് മേട്ടുപ്പാളയത്ത് 3000-ഓളം ദളിതർ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. തമിഴ്നാട്ടിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമുണ്ട് ദളിതരെ നികൃഷ്ടജീവികളെന്ന വിധം മാറ്റി നിർത്തുന്ന ജാതിമതിലുകൾ. ജാതീയത ഏറെക്കുറെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടുവെന്ന് അഭിമാനിക്കുന്ന നവോത്ഥാനന്തര കേരളം പോലും മുക്തമല്ല ജാതിമതിലുകളിൽ നിന്ന്. പാലക്കാട് ചിറ്റൂർ താലൂക്കിൽ എരുത്തോമ്പതി പഞ്ചായത്തിൽ കാമരാജ് കോളനിക്കും ശിവശക്തി നഗറിനുമിടയിലുണ്ട് ദളിതനും സവർണ വിഭാഗവും തമ്മിൽ കൂടിക്കലരാതിരിക്കാൻ നിർമ്മിച്ച ജാതിമതിൽ. ഈ മതിലിന് ഇരുവശത്തുമുള്ളവർ മറുഭാഗത്തേക്ക് പോകാറില്ല. തമിഴ്നാട്ടിൽ വേരുകളുള്ള ഗൗഡർമാരുടെ അടിമകളെന്ന മട്ടിലാണ് എരുത്തോമ്പതിയിലെ താഴ്ന്ന ജാതിക്കാരുടെ ജീവിതം. എറണാകുളം ജില്ലയിലെ വടയമ്പാടിയിൽ 2018 നടന്ന ജാതിമതിൽ വിരുദ്ധ പ്രക്ഷോഭം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയതായിരുന്നു. അന്ന് സമരത്തിൻ്റെ ഭാഗമായി ചൂണ്ടയിൽ നിന്ന് വടയമ്പാടിയിലേക്ക് ദളിത് ഭൂ അവകാശ സമര മുന്നണി പ്രഖ്യാപിച്ച മാർച്ചിന് പോലീസ് അനുമതി നിഷേധിക്കുകയും തുടർന്ന് ദളിതർ നടത്തിയ സമാധാനപരമായ പ്രതിഷേധ യോഗത്തിനു നേരെ സംഘപരിവാർ ഗുണ്ടകൾ അക്രമം അഴിച്ചുവിടുകയുമുണ്ടായി. സംഘർഷാവസ്ഥ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്കും അന്ന് മർദ്ദനമേറ്റിരുന്നു. ജാതിമതിലുകൾ സർവ്വവ്യാപിയാണെങ്കിലും തമിഴ്നാട്ടിലാണ് കൂടുതലുമുള്ളത്. ദളിതരെ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും അയൽക്കാരായ ഇതര ജാതിക്കാരുടെ സമീപത്തേക്കുള്ള പ്രവേശനം തടയുകയും റോഡുകളിൽ നിന്ന് വീടുകളിലെത്താനുള്ള ദളിതരുടെ വഴിയുടെ ദൂരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം മതിലുകൾ നിയമപരമായി നിർത്തലാക്കിയ തൊട്ടുകൂടായ്മയും അയിത്തവും നിലനിർത്താനുള്ള ഒരു കുറുക്കുവഴിയാണ്. ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ സാമൂഹിക ദ്രോഹികളിൽ നിന്നും മോഷ്ടാക്കളിൽ നിന്നുമുള്ള സംരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന ന്യായവാദം ഉയർത്തും സവർണ വിഭാഗങ്ങൾ. പെരിയാറുടെ നാട്ടിൽ ദ്രാവിഡ സർക്കാരുകളാണ് അധികാരത്തിലെങ്കിലും ജാതീയത അവിടെ അതിശക്തമാണ്. ജാതിവെറി മൂലം സവർണർ ശ്മശാനത്തിലേക്കുള്ള വഴി അടച്ചതിനെ തുടർന്ന് റോഡപകടത്തിൽ മരണപ്പെട്ട ദളിതനായ മധ്യവയസ്കൻ്റെ മൃതദേഹം സംസ്കരിക്കാനായി പാലത്തിൽ കയറിൽ കെട്ടി ഇറക്കേണ്ടി വന്നത് തമിഴ്നാട്ടിലെ വാനമ്പാടിയിലാണ്.
മേൽജാതിക്കാരെന്ന് അവകാശപ്പെടുന്നവരുടെ തെരുവിലൂടെ ബൈക്ക് ഓടിച്ചതിന് അശോക് എന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊന്നതും തമിഴ്നാട്ടിലായിരുന്നു. 2016 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ 350ഓളം ദളിതർ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടിയിൽ സംസ്ഥാന സർക്കാർ വെളിപ്പെടുത്തിയത്. ജാതി ഏതെന്ന് വ്യക്തമായി അറിയാൻ സവർണർക്കും അവർണർക്കും വ്യത്യസ്ത നിറത്തിലുള്ള ബാൻഡ് ധരിക്കാൻ നിർബന്ധമാക്കിയ സ്കൂളുകൾ വരെയുണ്ട് തമിഴ്നാട്ടിൽ. 20 ജില്ലകളിലെ 600-ലേറെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും തൊട്ടുകൂടായ്മ പോലുള്ള അനാചാരങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. തമിഴ്നാട്ടിലെ സാമൂഹിക പരിസരങ്ങളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള ശ്രമം സംഘ് പരിവാർ ഊർജിതമാക്കിയതിനിടെയാണ് ജാതികൾ തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും തുടരുന്നത്. ജാതി മതിലുകൾ പൊളിച്ചു നീക്കിയതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല തമിഴ്നാട്ടിലെ ജാതീയത. മേൽജാതിക്കാരുടെ മനസ്സിനകത്തെ മതിലുകൾ കൂടി തകർത്തെറിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ ജാതിരഹിത സമൂഹമെന്ന സ്വപ്നം പൂവണിയുകയുള്ളൂ.